Next question. The right limb of a simple U-tube manometer containing mercury is open to the atmosphere. Right limb open ആണ്. While the left limb is connected to a pipe in which fluid of specific gravity 0.9 is flowing. ഇപ്പോൾ ലെഫ്റ്റ് ലിംബ് കണക്ട് ചെയ്തേക്കുന്നത് ഒരു 0.9 സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന പൈപ്പുമായിട്ടാണ്. ഓക്കെ ആണോ? ദ സെന്റർ ഓഫ് ദ പൈപ്പ്, ഈ പൈപ്പിന്റെ സെന്റർ എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ബിലോ ദ ലെവൽ ഓഫ് മെർക്കുറി ഇൻ ദ റൈറ്റ് ലിംബ്. അതായത് ഇവന്റെ സെന്റർ എന്ന് പറയുന്നത് ഈ റൈറ്റ് ലിംബിലെ മെർക്കുറിയുടെ ലെവൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 12 സെന്റിമീറ്റർ ബിലോ ആണ്. ഫൈൻഡ് ദ പ്രഷർ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ പൈപ്പ് ഇഫ് ദ ഡിഫറൻസ് ഓഫ് മെർക്കുറി ലെവൽ ഇൻ ദ ടു ലിംബ്സ് ഈസ് 20 സെന്റിമീറ്റർ. ഓക്കെ, അതായത് രണ്ട് ലിംബിലുമുള്ള മെർക്കുറി ലെവലിന്റെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, രണ്ട് ലെവലിലുള്ള മെർക്കുറിയുടെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? 20 സെന്റിമീറ്റർ എന്നാണ് നമുക്ക് തന്നേക്കുന്നത്. ഓക്കെ, ഞാൻ വരച്ചതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് എത്രയാണ്? 20 സെന്റിമീറ്റർ. 20 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഇതാണ് ഡിഫറൻസ് ഓഫ് മെർക്കുറി ലെവൽ ഇൻ ദ ടു ലിംബ്സ്, അതായത് ഇവിടം തൊട്ടിട്ട് ഇവിടം വരെ. ഓക്കെ ആണോ? അത്രയാണ് 20 സെന്റിമീറ്റർ എന്ന് തന്നേക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഓക്കെ, ലെഫ്റ്റ് ലിംബിലുള്ള ഫ്ലൂയിഡിന്റെ പ്രഷർ. അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്തെഴുതാം? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫ്ലൂയിഡ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫ്ലൂയിഡ് എത്രയാണ്? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് 0.9 ആണ്. അപ്പം ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്, ഇപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഞാൻ S1 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് എത്ര വരും? ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് നിങ്ങൾ എഴുതണേ. ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ടു S1 ഇൻറ്റു 1000. അപ്പോൾ എത്ര വരും? 900 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ അല്ലേ? ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി. അപ്പോൾ ഇതാണ് മെർക്കുറി. മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ഞാൻ S2 എന്ന് എടുക്കുകയാണ്. അത് എത്രയാണ്? 13.6. അപ്പോൾ S2 സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി എത്ര വരും? 13.6. ഓക്കെ, ഇനി ρ2 ഡെൻസിറ്റി ഓഫ് മെർക്കുറി 13.6 ഇൻറ്റു 1000 13600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പോൾ നമുക്ക് S1 ρ1 S2 ρ2. ഇനി ഡിഫറൻസ് ഓഫ് മെർക്കുറി ലെവൽ. ഡിഫറൻസ് ഓഫ് മെർക്കുറി ലെവലിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഈ ഹൈറ്റിനെ ഞാൻ അതിനെ H2 എന്ന് എടുക്കുകയാണ്. H2. ഓക്കെ, H2 ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ. ഡിഫറൻസ് ഓഫ് മെർക്കുറി ലെവൽ H2 ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ. 20 സെന്റിമീറ്ററിനെ എനിക്ക് എങ്ങനെ എഴുതാം? 0.20 മീറ്റേഴ്സ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത എന്താണ്? H1. H1 എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈറ്റ് ഓഫ് ഫ്ലൂയിഡ് ഫ്രം എ. ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്ന ഡേറ്റത്തിൻ്റെ പേര് എ ആണ്. അപ്പോൾ ഹൈറ്റ് ഓഫ് ഫ്ലൂയിഡ് ഫ്രം എ H1 എടുത്തു കഴിഞ്ഞാൽ H1 എത്ര വരും? H1 ഈസ് ഈക്വൽ ടു 20 - 12 അല്ലേ? 20 - 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ അല്ലെങ്കിൽ 0.08 മീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ H1 കിട്ടി. ഇനി എന്താണ് നമ്മൾ പറയുന്നത്? P എന്നെടുക്കുകയാണ്. ഇവിടെയുള്ള ഫ്ലൂയിഡിന്റെ പ്രഷറിനെ P എന്നെടുക്കുകയാണ്. ലെറ്റ് P ഈസ് ഈക്വൽ ടു പ്രഷർ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ പൈപ്പ്. P എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ പൈപ്പ്. ഓക്കെ, P പ്രഷർ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ പൈപ്പാണ്. ഓക്കെ അല്ലേ? അത്ര നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം? ഇക്വേറ്റിംഗ് പ്രഷർ എബോവ് ഡേറ്റം ലൈൻ എ അല്ലെ? രണ്ട് ഡേറ്റത്തിന്റെ എബോവ് ആയിട്ടുള്ള പ്രഷർ, അതായത് ഈ എയിൽ വരുന്ന പ്രഷർ ഞാൻ ഇക്വേറ്റ് ചെയ്യാൻ പോണേ. അപ്പൊ അതെങ്ങനെ വരാം? നമുക്ക് ρ1 പ്രഷർ പ്ലസ് ρ1 GH1 അല്ലെ? പ്രഷർ P പ്ലസ് ρ1 GH1 ഇസ് ഈക്വൽ ടു എത്ര വരും? ρ2 GH2 എന്ന് വരും അല്ലെ? ρ2 GH2. അപ്പം P എത്ര വരിക? ρ2 GH2 മൈനസ് ρ1 GH1 അല്ലെ? ρ2 എന്ന് പറയുമ്പോൾ എത്രയാണ്? ρ2 എന്ന് പറയുമ്പോൾ 13600. G എത്രയാണ്? 9.81. H2 എത്രയാണ്? H2 എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ അല്ലെങ്കിൽ 0.20 മീറ്റർ. 0.20 മീറ്റർ. ρ2 GH2 മൈനസ് ρ1 GH1 എന്ന് പറയുമ്പോൾ എത്ര വരും? ρ1 എന്ന് പറയുന്നത് 900. G എത്രയാണ്? 9.81. H1 എത്രയാണ്? 8 സെന്റിമീറ്റർ അല്ലെങ്കിൽ 0.08 മീറ്റേഴ്സ്. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 2.597 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. സെന്റിമീറ്റർ സ്ക്വയറിലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എല്ലാം മീറ്റർ പെർ സെക്കൻഡ് മീറ്ററിൽ ഇട്ടേക്കുന്നതെങ്കിൽ നമുക്ക് മീറ്ററിൽ വരുമ്പോൾ ആൻസർ കിട്ടുക
2597 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഏതിൽ എഴുതിയാലും കുഴപ്പമില്ല, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറോ ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയറോ ഏതാണെങ്കിലും എഴുതിയാൽ കുഴപ്പമില്ല. ഓക്കെ, next question. A simple U-tube manometer containing mercury is connected to a pipe in which fluid of specific gravity 0.8 and having vacuum pressure is flowing. The other end of manometer is open to atmosphere. Find the vacuum pressure in the pipe. If the difference of mercury levels in the two limbs is 40 cm and the height of fluid in the left from the center of the pipe is 15 cm below. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി എന്താണ് തന്നിരിക്കുന്നത്, നമുക്ക് മെഷർ ചെയ്യേണ്ട ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, അതായത് S1 എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് 0.8 ആണ്. ഈ ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി S1 എന്ന് പറയുന്നത് എത്രയാണ്, 0.8 ആണ്. S1 is equal to 0.8. അപ്പോൾ ഡെൻസിറ്റി ρ1 എത്ര വരും, 0.8 into 1000, അതായത് 800 kg/m3. ഓക്കെ അല്ലേ. ഇനി അടുത്ത എന്താണ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി. ഇതാണ് മെർക്കുറി അല്ലേ. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി എത്രയാണ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി S2 എന്ന് എടുക്കുവാണ്, അത് 13.6 ആണ്. അപ്പോൾ ρ2 എത്ര വരും, ഡെൻസിറ്റി ρ2 എന്ന് പറയുന്നത് 13600 kg/m3. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റിയും ഡെൻസിറ്റിയും കിട്ടി. ഇനി നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്, ഡിഫറൻസ് ഓഫ് മെർക്കുറി ലെവൽസ് 40 സെന്റിമീറ്റർ ആണ് അല്ലേ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. ഇഫ് ദ ഡിഫറൻസ് ഓഫ് മെർക്കുറി ലെവൽസ് ഇൻ ദ ടു ലിംസ് ഈസ് 40 സെന്റിമീറ്റർ, അതായത് ഈ ഒരു ഹൈറ്റ്. ഓക്കെ, ഡിഫറൻസ് ഓഫ് മെർക്കുറി ലെവൽസ് എത്രയാണ്, 40 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഡിഫറൻസ് ഓഫ് മെർക്കുറി ലെവലിനെ നമുക്ക് എന്തെടുക്കാം, H2 എന്നെടുക്കാം. H2 എത്രയാണ്, 40 സെന്റിമീറ്റർ. 40 സെന്റിമീറ്ററിനെ എങ്ങനെ എഴുതാം, 0.40 meters എന്ന് എഴുതാം. ഓക്കെ അല്ലേ. ഇനി അടുത്ത എന്താ, ഹൈറ്റ് ഓഫ് ലിക്വിഡ് ഇൻ ദ ലെഫ്റ്റ് ലിം അവർ തന്നിട്ടുണ്ട്. നോക്കിയേ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ, 15 സെന്റിമീറ്റർ അല്ലേ. ദ ഹൈറ്റ് ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ ലെഫ്റ്റ് ഫ്രം ദ സെന്റർ ഓഫ് ദ പൈപ്പ് ഈസ് 15 സെന്റിമീറ്റർ ബിലോ. അപ്പോൾ എത്രയാണ് ഹൈറ്റ് ഓഫ് ലിക്വിഡ് ഇൻ ദ ലെഫ്റ്റ് ലിം, അതായത് ഞാൻ H1 എന്ന് എടുക്കുവാണ്. H1 എന്ന് പറയുന്നത് എത്രയാണ്, 15 സെന്റിമീറ്റർ. 15 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര വരും, 0.15 meters എന്ന് വരും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് പൈപ്പിലെ പ്രഷർ, ഈ പോയിന്റിൽ വരുന്ന പ്രഷർ ഞാൻ P എന്ന് എടുക്കുകയാണ് അല്ലേ. ദ പ്രഷർ ഇൻ ദ പൈപ്പ് ബി P. ഓക്കെ ആണോ. ഇനി നമുക്ക് ഡേറ്റം ലൈൻ എ എന്നുള്ള ഡേറ്റം ലൈനിൽ എബൌട്ട് ആയിട്ടുള്ള പ്രഷർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, പ്രഷർ P പ്ലസ് ρ1 GH1 പ്ലസ് ρ2 GH2 is equal to 0 അല്ലേ. അപ്പോൾ പ്രഷർ P എത്ര ആയിട്ടാണ് വരിക, മൈനസ് ഓഫ് ρ1 GH1 പ്ലസ് ρ2 GH2 എല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. P is equal to മൈനസ് ഓഫ് ρ1 800 G 9.81 H1 എത്ര വരും, 40 സെന്റിമീറ്റർ അല്ലെങ്കിൽ 0.40 meters പ്ലസ് എത്ര വരും, ρ2 GH2. ρ2 എന്ന് പറയുമ്പോഴത്തേനും ഡെൻസിറ്റി എത്രയാണ്, 13600 kg/m3. G 9.81. H2 എന്ന് പറയുന്നത് H1 നമ്മൾ തെറ്റിപ്പിച്ചല്ലേ. H1 നമുക്ക് 15 സെന്റിമീറ്റർ ആയിരുന്നു, 15. H2 എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ ആണ്, 0.40. ഓക്കെ, സമ്മ് ആണ്. ആൻസർ കിട്ടുന്നത് എത്രയാണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, എനിക്ക് കിട്ടിയത് -54543.6 Newton per meter square. Okay. Next question. A U-tube manometer is used to measure the pressure of water in a pipeline, which is in excess of atmospheric pressure. The right limb of manometer contains mercury and is open to atmosphere. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. റൈറ്റ് ലിംബ് എന്താണ്, അതിനകത്ത് മെർക്കുറി ഉണ്ട്, അതുപോലെ തന്നെ അതെന്താണ്, അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. ദ കോണ്ടാക്ട് ബിറ്റ്വീൻ വാട്ടർ ആൻഡ് മെർക്കുറി ഈസ് ഇൻ ദ ലെഫ്റ്റ് ലിംബ്. ഇപ്പം ലെഫ്റ്റ് ലിംബിലാണ് വാട്ടറും മെർക്കുറിയും തമ്മിലുള്ള കോണ്ടാക്ട് വരുന്നത്. ഡിറ്റർമിൻ ദ പ്രഷർ ഓഫ് വാട്ടർ ഇൻ ദ മെയിൻ ലൈൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ മെയിൻ ലൈനിലുള്ള വാട്ടറിൻ്റെ പ്രഷർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണോ. ഇഫ് ദ ഡിഫറൻസ് ഇൻ ലെവൽ ഓഫ് മെർക്കുറി ഇൻ ദ ലിംസ് ഓഫ് U-tube ഈസ് 10 സെന്റിമീറ്റർ. അപ്പം നമ്മൾ U-tube മാനോമീറ്ററിൽ ഡിഫറൻസ് ഇൻ മെർക്കുറി ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് എത്രയാണെന്നാണ് നമുക്ക് കിട്ടുക, 10 സെന്റിമീറ്ററിനാണ് തന്നിരിക്കുന്നത്. ഓക്കെ ആണോ.
and the free surface of mercury is in level with the center of the pipe. അപ്പോൾ നമ്മൾ മെർക്കുറിയുടെ ലെവൽ നോക്കി കഴിഞ്ഞാൽ സെന്റർ ഓഫ് ദ പൈപ്പുമായിട്ട് ലെവലിലായിരിക്കും എന്തിരിക്കുക, ഫ്രീ സർഫസ് ഓഫ് മെർക്കുറി ഇരിക്കുക. If the pressure of water in the pipeline is reduced to 9810 Newton per meter square, നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഈ വാട്ടർ ലൈനിലെ പൈപ്പിന്റെ പ്രഷർ 9810 ആയിട്ട് കുറയ്ക്കുകയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ ന്യൂ ഡിഫറൻസ് ഇൻ ലെവൽ ഓഫ് മെർക്കുറി. അപ്പം നമ്മൾ പുതിയ ഡിഫറൻസ് ഇൻ ലെവൽ ഓഫ് മെർക്കുറി കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ സ്കെച്ച് ദ അറേഞ്ച്മെന്റ് ഇൻ ബോത്ത് കേസസ്. അപ്പം നമ്മൾ ഇത് രണ്ട് കേസായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പ്രഷർ കണ്ടുപിടിക്കും, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഈ പൈപ്പിലെ പ്രഷർ 9810 ആക്കുമ്പം ഈ ലിംബിൽ എത്ര മെർക്കുറിയുടെ ഹൈറ്റ് കിട്ടും എന്ന് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ നോക്കുക. ഫിഗറിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. നമുക്കിത് വാട്ടർ ആണ്. ഓക്കെ, ഇതാണ് ലെഫ്റ്റ് ലിംബ്. ഇത് മെർക്കുറിയാണ്. മെർക്കുറിയുടെ ഹൈറ്റ്, അതായത് നമ്മൾ മെർക്കുറി ഇവിടെ ഉണ്ടാകുന്ന ഹൈറ്റ് നമുക്ക് 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇതിപ്പോൾ ഒരു BC എന്ന് എടുക്കുക, ഡേറ്റം. ഇതാണ് നമ്മുടെ ഡേറ്റം ഞാൻ BC എന്ന് എടുക്കുകയാണെങ്കിൽ ഈ മെർക്കുറി റൈറ്റ് ലിംബിൽ റൈസ് ആകുന്നത് 10 സെന്റിമീറ്റർ ആണ്. ബാക്കി സർഫസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അത്രയുമാണ് നമുക്ക് തന്നേക്കുന്നത്. വേറെ ഡീറ്റെയിൽസ് ഒന്നും നോക്കണ്ട, ഞാൻ ആ നേരത്തെ ഫിഗർ തന്നെ എടുത്തിട്ടാണ്. ഓക്കെ, അത്രയും മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്? നമുക്ക് ഡിഫറൻസ് ഓഫ് മെർക്കുറി തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് ഡിഫറൻസ് ഓഫ് മെർക്കുറി ലെവൽ എത്ര തന്നേക്കുന്നത്? 10 സെന്റിമീറ്ററിനാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.1 മീറ്റർ. പിന്നെ എന്താ തന്നേക്കുന്നത്? നമുക്കിപ്പോൾ അറേഞ്ച്മെന്റ് ഒന്ന് വരച്ചെടുക്കണം. നിങ്ങൾ ഈ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് ഈ അറേഞ്ച്മെന്റ് വരച്ചെടുക്കണം. വാട്ടർ ഉണ്ട്, റൈറ്റ് ലിംബും ലെഫ്റ്റ് ലിംബും കാണിക്കുക. ലെഫ്റ്റ് ലിംബിൽ നമ്മുടെ പൈപ്പിന്റെ സെന്ററിൽ നിന്ന് ഈ റെഫറൻസ് ലൈൻ വരെ അല്ലെങ്കിൽ മെർക്കുറി ബേസ് ലൈനിൽ നിന്ന് എത്ര ഹൈറ്റ് വരെ വരുന്നുണ്ടെന്നുള്ള 10 സെന്റിമീറ്ററിന് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കേണ്ടി വരും. നമ്മളോട് എന്തുകൊണ്ടാണ് സ്കെച്ച് ദ അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഈ ഫിഗർ എന്തായാലും വരച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലാത്ത പ്രോബ്ലം ആണെങ്കിൽ ഫിഗർ എന്തായാലും നിങ്ങൾ വരയ്ക്കുക. ഇപ്പോൾ സ്കെച്ച് ദ അറേഞ്ച്മെന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗറിന് പ്രത്യേകം മാർക്ക് കാണും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് പാർട്ട് നോക്കാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമുക്ക് ഇവിടുത്തെ പ്രഷർ കണ്ടുപിടിക്കണം അല്ലേ? ഡിറ്റർമിൻ ദ പ്രഷർ ഓഫ് വാട്ടറിന്റെ മെയിൻ ലൈൻ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതാണ് ഫസ്റ്റ് പാർട്ട്. ഓക്കെ, അപ്പോൾ ഞാനത് പാർട്ട് ചെയ്യുന്ന എഴുതുക. അതായത് ഫസ്റ്റ് പാർട്ട്. ഓക്കെ, ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ഈ പ്രഷർ ഓഫ് എ അല്ലെങ്കിൽ ഈ പൈപ്പ് ലൈനിലുള്ള ഈ സെന്റർ പോയിന്റിലെ പൈപ്പ് ലൈനിലുള്ള നമുക്ക് പ്രഷർ കണ്ടുപിടിക്കേണ്ട പോയിന്റിന്റെ പ്രഷർ PA എന്ന് കൊടുക്കുകയാണ്. PA എന്ന് പറയുമ്പോൾ എന്താ? പ്രഷർ ഓഫ് വാട്ടർ ഇൻ പൈപ്പ് ലൈൻ, PA. പ്രഷർ ഓഫ് വാട്ടർ ഇൻ പൈപ്പ് ലൈൻ. ഓക്കെ, ഇനി അടുത്തത് എന്താ? നമ്മുടെ റെഫറൻസ് ലൈൻ BC ആണ് അല്ലേ? അപ്പം എന്താ? പോയിന്റ്സ് B and C ലൈൻ ഓൺ ദ സെയിം ഹൊറിസോണ്ടൽ ലൈൻ. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇനിയിപ്പോൾ അടുത്ത B and C അല്ലെങ്കിൽ റെഫറൻസ് ലൈൻ BC ആണ്, അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പം നമ്മൾ ഈ BC റെഫറൻസ് ലൈൻ ആവുമ്പോൾ പ്രഷർ അറ്റ് B എന്ന് പറയുന്നതും പ്രഷർ അറ്റ് C എന്ന് പറയുന്നതും സെയിം അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? പ്രഷർ അറ്റ് B ഇസ് ഈക്വൽ ടു പ്രഷർ അറ്റ് C അല്ലേ? പ്രഷർ അറ്റ് B ഇസ് ഈക്വൽ ടു പ്രഷർ അറ്റ് C എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ പ്രഷർ അറ്റ് C എങ്ങനെ വരും? പ്രഷർ അറ്റ് C അല്ലെങ്കിൽ പ്രഷർ അറ്റ് ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പം ഞാനിപ്പോൾ പ്രഷർ അറ്റ് ബിനെ എഴുതാം. പ്രഷർ അറ്റ് B എന്ന് പറയുമ്പോഴത്തേനും ഈ B എന്നുള്ള ലെവലിലെ പ്രഷർ വരുമ്പോഴത്തേനും പ്രഷർ അറ്റ് A പ്ലസ് 10 സെന്റിമീറ്റർ ഓഫ് വാട്ടർ കാരണം ഉണ്ടാകുന്ന അല്ലെ 10 സെന്റിമീറ്റർ ഓഫ് ലിക്വിഡ് കാരണം ഉണ്ടാകുന്ന എന്താണ്? പ്രഷർ അല്ലേ? അപ്പം പ്രഷർ അറ്റ് B ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് A പ്ലസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, G 9.81, ഹൈറ്റ് 10 സെന്റിമീറ്റർ അല്ലെങ്കിൽ 0.1 മീറ്ററിന് എഴുതാം. അപ്പം പ്രഷർ അറ്റ് ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രഷർ അറ്റ് A പ്ലസ് 1000 ഇൻറ്റു 9.81 ഇൻറ്റു 0.1, അതായത് 981 എന്ന് വരും അല്ലേ?
981 യൂണിറ്റ് എന്താണ്? പ്രഷറിന്റെ യൂണിറ്റ് ഞാൻ എഴുതാണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ പ്രഷർ അറ്റ് ബി കിട്ടി. ഓക്കെ, ഇനി നമുക്ക് പ്രഷർ അറ്റ് സി എഴുതിയാലോ? പ്രഷർ അറ്റ് സി എങ്ങനെയാ വരിക? ഡിയിലെ പ്രഷർ പ്ലസ് 10 സെന്റിമീറ്റർ ഓഫ് മെർക്കുറി കാരണം ഉണ്ടാകുന്ന പ്രഷർ അല്ലെ. പ്രഷർ അറ്റ് സി ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ഡി എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ്, നമുക്ക് 0 ആയിട്ട് വേണേ എടുക്കാം. പിന്നെ 10 സെന്റിമീറ്റർ ഓഫ് മെർക്കുറി കാരണം ഉണ്ടാകുന്ന പ്രഷർ എത്ര വരും? 13600, ജി 9.81, ഹൈറ്റ് 0.1. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രഷർ അറ്റ് ഡി 0 ആണ്. 13600 ഇൻറ്റു 1000 ഇൻറ്റു 0.981. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 13341.6 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്തറിയാം? പ്രഷർ അറ്റ് ബിയും പ്രഷർ അറ്റ് സി ഈക്വൽ അല്ലേ. അപ്പോൾ പി എ പ്ലസ് 981 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 13341.6 അല്ലേ. അപ്പൊ പ്രഷർ അറ്റ് എ എത്ര വരും? 13341.6 മൈനസ് 981 അല്ലേ. അതിന്റെ ആൻസർ എത്ര? 12360.6 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. 12360.6 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് പ്രഷർ അറ്റ് എ. അപ്പൊ ഇതുപോലെ നിങ്ങൾ സ്റ്റെപ്സ് കൂടെ കുറച്ച് എഴുതുക. സ്റ്റെപ്സ് ഇപ്പം നമ്മൾ പ്രഷർ അറ്റ് ബി ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് എ എന്നൊക്കെ ഇൻ വേർഡ്സ് കൂടെ എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ ഇത്ര എഴുതി വെക്കുക. നിങ്ങൾക്ക് ബാക്കിയെല്ലാം ക്ലിയർ അല്ലേ? ഫിഗർ കൂടെ വരച്ചു വെക്കുക. അപ്പൊ നമ്മുടെ പാർട്ട് എ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാർട്ട് ബി നോക്കാം. പാർട്ട് ബിയിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പ്രഷർ അറ്റ് എ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് പാർട്ട് നോക്കാം. ഇവിടെ ഈ എ എന്നുള്ള പോയിന്റിലെ പ്രഷർ പി എ തന്നിട്ടുണ്ട്. പി എ എത്രയാണ്? പി എ തന്നിരിക്കുന്നത് 9810 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രഷർ അറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ന്യൂ ഡിഫറൻസ് ഓഫ് മെർക്കുറി ലെവൽ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ അറേഞ്ച്മെന്റ് നമുക്ക് നോക്കാം. ഇവിടെ പ്രഷർ അറ്റ് എ എന്ന് പറയുന്നത് 9810 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഈ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് കേസ്, അതായത് 12360 12360.6 നമുക്ക് ലാസ്റ്റ് പ്രഷർ അറ്റ് എ കിട്ടിയില്ലേ? 10 സെന്റിമീറ്റർ ഡിഫറൻസ് വരുമ്പോഴത്തേന് അതിനെക്കാട്ടിലും കുറവല്ലേ? അപ്പൊ ഇവിടുത്തെ പ്രഷർ ലെവല് കുറഞ്ഞു കഴിഞ്ഞാൽ മെർക്കുറി ലെവൽ എന്ത് ചെയ്യും? ലെഫ്റ്റ് ലിംബിലെ മെർക്കുറി ലെവൽ റൈസ് ആകും. ഓക്കെ, ലെഫ്റ്റ് ലിംബിലെ മെർക്കുറി ലെവൽ ഇനീഷ്യൽ ഉണ്ടായിരുന്ന പൊസിഷനിൽ നിന്നും, അതായത് നമ്മുടെ ബി സി എന്നീ പൊസിഷനിൽ നിന്നും എന്ത് ചെയ്യും? അത് റൈസ് ആവും. ഓക്കെ, ബിയിൽ നിന്ന് ബി സ്റ്റാർ എന്നൊരു പോയിന്റിലേക്ക് അത് റൈസ് ആയി എന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? ഇനി അതുപോലെ തന്നെ മെർക്കുറി ലിംബ് നമുക്ക് എന്ത് ചെയ്യും? ദ റൈസ് ഓഫ് മെർക്കുറി ഇൻ ദ ലെഫ്റ്റ് ലിംബ് വിൽ ബി ഈക്വൽ ടു, അല്ലെങ്കിൽ ഈ എത്ര റൈസ് ഉണ്ടായോ അത്രയും എന്തുണ്ടാകും? നമുക്ക് റൈറ്റ് ലിംബില് മെർക്കുറി ലെവലിന് എന്തുണ്ടാകും? ഫോൾ ഉണ്ടാകും. ഓക്കെ ആണോ? പക്ഷെ ടോട്ടൽ വോളിയൂം ഓഫ് മെർക്കുറി എന്തായിട്ടായിരിക്കും? കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടായ റൈസ് എക്സ് ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ആ സെന്ററിലായിരുന്നു നേരത്തെ ഇരുന്നിരുന്നത് അല്ലെ, അവിടെ ഉണ്ടാകുന്ന ഫോളും എന്ത് തന്നെ ആയിരിക്കും? എക്സ് തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് എടുക്കാം. ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു റൈസ് ഓഫ് മെർക്കുറി ഇൻ ദ ലെഫ്റ്റ് ലിംബ്. ഓക്കെ, അപ്പൊ എക്സ് എന്ന് പറയുന്നത് റൈസ് ഓഫ് മെർക്കുറി ഇൻ ദ ലെഫ്റ്റ് ലിംബ് ആണ്. അപ്പം ഫോൾ ഓഫ് മെർക്കുറി ഇൻ ദ റൈറ്റ് ലിംബ് തന്നെ ആയിരിക്കും? എക്സ് സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് എഴുതാം? ഫോൾ ഓഫ് മെർക്കുറി ഇൻ ദ റൈറ്റ് ലിംബ്. ഓക്കെ, ഇനി നമുക്ക് ഇനിഷ്യലി ബി സി എന്നീ പോയിന്റിലും പിന്നെ ഡി എന്ന പോയിന്റിലുമായിരുന്നു നമ്മുടെ ഫ്ലൂയിഡ്സ് ഇരുന്നിരുന്നത് അല്ലെ. ഇനിയിപ്പം എന്തായിരിക്കും? പുതിയ പൊസിഷൻ ഏതായിരിക്കും? ബി എന്നുള്ളത് ബി സ്റ്റാറിലോട്ട് മാറും. ഓക്കെ അല്ലേ? ഇനി നേരത്തെ
സി ആയിരുന്ന പൊസിഷന് ഇവിടെ ആയിരുന്നു അല്ലേ, സി എന്നുള്ള പൊസിഷൻ എങ്ങനെയാവും, സി സ്റ്റാറിലോട്ട് മാറും. ഇനി ഡിയിലുണ്ടായിരുന്ന ഫ്ലൂയിഡ് എന്തിൽ വന്നു, ഡി സ്റ്റാർ എന്നുള്ള പോയിന്റിൽ വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ചേഞ്ച് ഉണ്ടായി. ഇനി നമുക്ക് ഇവിടെ ഇപ്പം പ്രഷർ ഇക്വേറ്റ് ചെയ്യുന്നത് നമ്മൾ ഫ്ലൂയിഡ് ഇന്റർഫേസിലാണ് നമ്മൾ എന്തെടുക്കുക, ലെവൽ സർഫസ് എടുക്കുക അല്ലെങ്കിൽ ഒരു സർഫസ് എടുക്കുക. അപ്പം പ്രഷർ അറ്റ് ബി സ്റ്റാർ എന്ന് പറയുന്നത് എന്തിനെ നമുക്ക് കൊടുക്കാം, പ്രഷർ അറ്റ് ബി സ്റ്റാർ ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് സി സ്റ്റാർ. ഓക്കെ അല്ലേ. ഇനി പ്രഷർ അറ്റ് ബി സ്റ്റാർ എന്ന് പറയുമ്പം എത്രയായിരിക്കും, പ്രഷർ അറ്റ് ബി സ്റ്റാർ എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രഷർ അറ്റ് എ, പി എയിലെ പ്രഷർ പ്ലസ് എന്താ, നമുക്ക് ഇവിടെ ടോട്ടലി ഉണ്ടായിരുന്ന എത്രയായിരുന്നു, 10 സെന്റിമീറ്റർ ആയിരുന്നു അല്ലെ. സെന്ററിൽ നിന്ന് ബി വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു, 10 സെന്റിമീറ്റർ ആയിരുന്നു. ഇനിയിപ്പം എത്ര സെന്റിമീറ്റർ ഓഫ് ലിക്വിഡ് ആണ് ബി സ്റ്റാർ വരെ ഉള്ളത്, ഇതെന്ന് പറയുന്നത് 10 - x അല്ലേ. അപ്പം 10 - x സെന്റിമീറ്റർ ഓഫ് ലിക്വിഡ് അല്ലെങ്കിൽ വാട്ടർ ആണ് അവിടെ ഉള്ളത്. അപ്പൊ പ്രഷർ ഡ്യൂ ടു 10 - x സെന്റിമീറ്റർ ഓഫ് മെർക്കുറി. അപ്പൊ നോക്കിയേ, പ്രഷർ അറ്റ് വാട്ടർ. അപ്പൊ എന്ത് വരും, 10 - x സെന്റിമീറ്റർ ഓഫ് വാട്ടറിന്റെ പ്രഷർ. അപ്പം റോ ഓഫ് വാട്ടർ എത്രയാണ്, 1000, ജി 9.81, ഹൈറ്റ് എത്രയാണ്, 10 സെന്റിമീറ്റർ മൈനസ് എക്സ് ആണ്. അപ്പൊ അതിനെ നമുക്ക് ഒന്നുകിൽ മീറ്ററിൽ കൊടുക്കാം, അല്ലെങ്കിൽ 10 - x സെന്റിമീറ്ററിലാണ്, അതേ ഡിവൈഡഡ് ബൈ 100 എന്ന് കൊടുത്താലും നമുക്ക് മീറ്ററിലായിരിക്കും അവിടെ വരും. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എത്ര വരും, പ്രഷർ അറ്റ് എ പ്ലസ് 98.1 ഇൻറ്റു 10 - x. ഓക്കെ, അപ്പോൾ പ്രഷർ അറ്റ് ബി സ്റ്റാർ ഇസ് ഈക്വൽ ടു പ്രഷർ അറ്റ് എ പ്ലസ് 98.1 ഇൻറ്റു 10 - x. അപ്പോൾ ഈ പ്രഷർ അറ്റ് എ എന്ന് പറയുന്നത് എത്ര, പ്രഷർ അറ്റ് എ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, 9810 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം, 9810 പ്ലസ് 98.1 ഇൻറ്റു 10 - x എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് പ്രഷർ അറ്റ് സി സ്റ്റാർ എത്ര വരുന്നതെന്ന് നോക്കാം. ഓക്കെ, പ്രഷർ അറ്റ് സി സ്റ്റാർ, പ്രഷർ അറ്റ് സി സ്റ്റാറിനെ നമുക്ക് എങ്ങനെ എഴുതാം, പ്രഷർ അറ്റ് ഡി സ്റ്റാർ പ്ലസ് നമുക്ക് ഈ ഒരു ഹൈറ്റ് ഓഫ് മെർക്കുറി കാരണം ഉണ്ടാകുന്ന പ്രഷർ അല്ലെ. അപ്പൊ ഇത് എക്സ് ആണ്, ഇത് എക്സ് ആണ്. അപ്പൊ ഇതിനെ നമുക്ക് 10 - 2x എന്ന് എഴുതാലോ. അപ്പം 10 - 2x ഹൈറ്റ് മെർക്കുറി അല്ലെ. അപ്പം 13600 മെർക്കുറിയുടെ ഡെൻസിറ്റി 9.81 ഇൻറ്റു ഹൈറ്റ് എത്ര, 10 - 2x ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അപ്പൊ പ്രഷർ അറ്റ് ഡി സ്റ്റാർ എന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്പൺ അല്ലേ, അതുകൊണ്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ 0 എന്ന് എഴുതാം നമുക്ക്. 13600 ഇൻറ്റു 9.81 ഇൻറ്റു 10 - 2x ഡിവൈഡഡ് ബൈ 100. അപ്പം നമുക്ക് പ്രഷർ അറ്റ് ബി സ്റ്റാറും കിട്ടി, പ്രഷർ അറ്റ് സി സ്റ്റാറും കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഇവരെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. പ്രഷർ അറ്റ് ബി സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്ത് വരും, പ്രഷർ അറ്റ് ബി സ്റ്റാർ 9810 പ്ലസ് റോ എന്ന് പറയുന്നത് 1000 ആയിരുന്നു, ജി എന്ന് പറയുന്നത് 9.81 ആയിരുന്നു, ഹൈറ്റ് എന്ന് പറയുന്നത് 10 - x ഡിവൈഡഡ് ബൈ 100 ആയിരുന്നു. ഓക്കെ, അതിന് ഞാൻ എന്ത് ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്യാണ്, 13600 ഇൻറ്റു 9.81 ഇൻറ്റു 10 - 2x ഡിവൈഡഡ് ബൈ 100 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് വലിയൊരു ഇക്വേഷൻ ആണ്. എക്സിന് വേണ്ടിയിട്ട് സോൾവ് ചെയ്ത് നോക്കുക, ഓൾജിബ്രയ്ക്കലി സോൾവ് ചെയ്ത് നോക്കുക. എക്സ് നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്, 0.992 മീറ്റേഴ്സ് എന്നാണ് നമുക്ക് എക്സ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സ് 0.992 മീറ്റേഴ്സ്. അപ്പോൾ 2x എത്ര ആയിരിക്കും, അല്ലെങ്കിൽ 10 - 2x ന്യൂ ഡിഫറൻസ്, നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്, ന്യൂ ഡിഫറൻസ് ഓഫ് മെർക്കുറി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂ ഡിഫറൻസ് ഓഫ് മെർക്കുറി. ന്യൂ ഡിഫറൻസ് ഓഫ് മെർക്കുറി എന്ന് പറയുമ്പോൾ ഏതാണ് ഡിഫറൻസ് ഇൻ മെർക്കുറി ലെവൽ എന്ന് പറയുന്നത്, ഇതല്ലേ അല്ലേ. നമ്മുടെ ഈ വാട്ടർ ലെവൽ അല്ലെങ്കിൽ വാട്ടറിന്റെ ലെവലുമായിട്ട് വരുന്ന ഈ ഒരു ഡിസ്റ്റൻസ് പറയുന്നത് എത്രയാണ്, 10 - 2x. അപ്പം 2x കണ്ടുപിടിക്കുക, എന്നിട്ട് 10 - 2x കണ്ടുപിടിച്ച് നോക്കുക. അതായത് 10 - 2 ഇൻറ്റു 0.992 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വരുന്ന ആൻസർ 8.016 സെന്റിമീറ്റേഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ക്ലിയർ?